ഹലോ എവരിവൺ, വെൽക്കം ടു ഓട്ടോടോക്സ്. അങ്ങനെ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ത്യ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടെസ്റ്റിന് അതിൻ്റെ മൂന്നാമത്തെ ടെസ്റ്റ് മത്സരം ഇതാ രണ്ട് ടീമിൻ്റെയും ഫസ്റ്റ് ഇന്നിങ്സ് പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ രണ്ട് ടീമുകൾ ഒരേ സ്കോർ 387 എന്ന് പറയുന്ന സ്കോറിൽ രണ്ട് ടീമുകൾ ഓൾ ഔട്ട് ആയിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇന്നിങ്സിൽ ആർക്കും മേൽക്കൈയില്ല. ഇനി ഈ അവശേഷിക്കുന്ന 2 ദിനങ്ങളാണ്. അതായത് മൂന്നാമത്തെ ദിവസം കഴിയുമ്പോൾ ഇന്ത്യ 387 റൺസിന് ഓൾ ഔട്ട് ആയിരിക്കുകയാണ്. അവസാനത്തെ വിക്കറ്റ് വാഷിംഗ്ടൺ സുന്ദറിൻ്റെ വിക്കറ്റ് ജോഫ്ര ആർച്ചർ വീഴ്ത്തിയത് കൊണ്ട് ഒരു റൺസ് പോലും ലീഡോ അല്ലെങ്കിൽ ഒരു റൺസിന് പോലും പിന്നിലല്ല, രണ്ട് ടീമുകളും ടൈ ആയിട്ട് നിൽക്കുകയാണ്. ഇന്ത്യൻ ഇന്നിങ്സിലേക്ക് വരുമ്പോൾ KL രാഹുലിൻ്റെ ഒരു ഉജ്ജ്വല സെഞ്ചുറി തന്നെയാണ് ഇന്ത്യൻ ഇന്നിങ്സിന് ആ ഒരു അടിത്തറ ഭാഗ്യം തന്നെ പറയാം. ഓവർസീസിൽ അദ്ദേഹത്തിൻ്റെ 10ാമത്തെ സെഞ്ചുറിയാണ്, അതും ടെസ്റ്റിലെ 7ാമത്തെ സെഞ്ചുറി. ഡൊമസ്റ്റിക്കിനേക്കാളും കൂടുതൽ, അതായത് ഇന്ത്യൻ കണ്ടീഷൻസിനേക്കാളും കൂടുതൽ സെഞ്ചുറികളാണ് അദ്ദേഹം ഓവർസീസിൽ അടിച്ചു കൂട്ടുന്നത്. അത് നമ്മൾ ലോർഡ്സിൻ്റെ ഒരു ചരിത്രം നോക്കി അറിയാം. സച്ചിൻ ടെണ്ടുൽക്കറിന് പോലെ ലോർഡ്സിൽ ഒരു സെഞ്ചുറി അടിക്കാൻ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ എൻ്റയർ ടെസ്റ്റ് ക്രിക്കറ്റ് കരിയറിൽ. പക്ഷേ KL രാഹുൽ തൻ്റെ 2ാമത്തെ സെഞ്ചുറിയാണ് ലോർഡ്സിൽ അടിക്കുന്നത്. ആ ഒരു ലീഡർ ബോർഡിൽ KL രാഹുൽ 2ാമത്തെ തവണ പേര് വരുന്നു. ജസ്പ്രീത് ബുംറയും കഴിഞ്ഞ ദിവസം, അതും വസീം അക്രം, മുരളീധരൻ പോലത്തെ ലെജൻസ് ഒന്നും ഇല്ലാത്ത ആ ഒരു ലീഡർ ബോർഡിൽ ജസ്പ്രീത് ബുംറയും തൻ്റെ പേര് ആദ്യമായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ത്യൻ ടീമിൻ്റെ ഒരു മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു. പക്ഷെ ഒരു ലീഡിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ 1-2 മിസ്റ്റേക്സ്, അതായത് പന്തിൻ്റെ റണ്ണൗട്ട് തന്നെയാണ് നമുക്ക് ക്രൂഷ്യലായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം. കാരണം ഒരു അനാവശ്യ റണ്ണൗട്ട് തന്നെയായിരുന്നു. ഒരു ഇല്ലാത്ത റണ്ണിനായിട്ട് ഓടി, ഒരു KL രാഹുലിനൊരു സെഞ്ചുറിക്ക് വേണ്ടിയിട്ട് ഇല്ലാത്ത റണ്ണായിട്ട് ഓടി അദ്ദേഹം ഔട്ടാകുമായിരുന്നു. ഒരു പക്ഷേ പന്ത് ക്രീസിൽ നിന്നിരുന്നെങ്കിൽ ഒരു 30-40 റൺസിനെങ്കിലും ഇന്ത്യ മിനിമം ലീഡ് പിടിച്ചാന്. എന്തായാലും അത് നിർഭാഗ്യവശാൽ അദ്ദേഹം ഔട്ടായി. അദ്ദേഹം പരിക്കുണ്ട്, വളരെ അത്യാവശ്യം നല്ലൊരു ഗുരുതരമായിട്ടുള്ളൊരു പരിക്ക് തന്നെയായിരുന്നു അദ്ദേഹത്തിന് പറ്റിയത്. പക്ഷെ അദ്ദേഹം അതും വെച്ചിട്ടാണ് ബാറ്റ് ചെയ്തത്. നല്ലൊരു ഹാഫ് സെഞ്ചുറി തന്നെയായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ സെനയിലൊക്കെ ഏറ്റവും കൂടുതൽ ഹാഫ് സെഞ്ചുറികൾ ഏഷ്യൻ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇന്നിങ്സ് അത് അപ്രിഷ്യേറ്റ് ചെയ്യാതെ പറ്റില്ല. കാരണം മികച്ചൊരു ഇന്നിങ്സ് തന്നെയായിരുന്നു. ആ ഒരു ഫിസിക്കലി അത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലെ അദ്ദേഹം കളിച്ചത്. പിന്നെ മറ്റൊരു എടുത്തു പറയേണ്ടത് രവീന്ദ്ര ജഡേജയുടെ ഒരു പെർഫോമൻസ് ആയിരുന്നു. കാരണം കഴിഞ്ഞൊരു 5 വർഷം, അതായത് കൃത്യമായി പറഞ്ഞാൽ 2019 WTC സ്റ്റാർട്ട് ചെയ്ത് മുതലെടുത്ത് നോക്കുകയാണെങ്കിൽ മുഹമ്മദ് സിറാജിനേക്കാളും ഇപ്പോൾ കൂടുതൽ വിക്കറ്റും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ WTCയിൽ വിക്കറ്റ് എടുത്തുള്ള ടോപ്പ് 3 ബോളേഴ്സിൽ നമുക്ക് രവീന്ദ്ര ജഡേജ കാണാൻ പറ്റും. അശ്വിനും അല്ലെങ്കിൽ ബുംറയ്ക്കൊക്കെ ഒപ്പം. അതിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്തിട്ടുള്ള ഇന്ത്യൻ ബാറ്റേഴ്സിൽ, നിലവിൽ ആക്റ്റീവായിട്ടുള്ള പ്ലേയേഴ്സിൽ അതിലും അദ്ദേഹം ആദ്യം 3-ലുണ്ട് എന്നുള്ളതാണ്. അതായത് യശസ്വി ജയ്സ്വാളിനേക്കാളും കൂടുതൽ റണ്ണ് WTCയിൽ എടുത്തുള്ള ഒരു പ്ലെയറാണ് നമ്മുടെ രവീന്ദ്ര ജഡേജ. അത്രത്തോളം, അതായത് കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്പർ 1 ഓൾറൗണ്ടറാണ്. സിറാജിനേക്കാളും ബെറ്റർ ബോളിംഗ് റാങ്കിങ്, KL രാഹുലിനേക്കാളും ബെറ്റർ ബാറ്റിംഗ് റാങ്കിങ് ഉള്ള, അത്രത്തോളം അണ്ടർ അപ്രീഷിയേറ്റഡ് ആണ് ആ മനുഷ്യൻ എന്ന് നമ്മൾ നോക്കുക. ഇന്നത്തെ മത്സരത്തിൽ തുടർച്ചയായുള്ള 3ാമത്തെ അർദ്ധ സെഞ്ചുറി. അത് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. ഗില്ലും അതുപോലെ തന്നെ ജയ്സ്വാള്, പന്ത്, KL രാഹുലിനൊക്കെ കിട്ടുന്ന ഒരു പകുതി അപ്രിസിയേഷൻ പോലും അദ്ദേഹത്തിന് കിട്ടുന്നില്ല. കരിയറിൻ്റെ തുടക്കാലത്തൊക്കെ വളരെ ലോവർ ഓർഡറിലാണ് ബാറ്റ് ചെയ്തിരുന്നത്. അവസാനത്തെ ഈ ഒരു 5 വർഷത്തെ ഒരു കണക്കെടുത്താൽ തന്നെ 2000-ന് മുകളിൽ റൺസാണ് അദ്ദേഹം ബാറ്റിങ്ങിൽ സ്കോർ ചെയ്തിരിക്കുന്നത്. ഒപ്പം 100 വിക്കറ്റുകളും. മറ്റൊരു പ്ലെയർക്ക് ഈ ഒരു നേട്ടമില്ല. അപ്പോൾ ഈ അവസാന 5 വർഷത്തിലാണ് ബാറ്റിങ്ങിൽ ഇത്രത്തോളം പ്രൊമോട്ട് ചെയ്തത്. ഈ 36ാമത്തെ വയസ്സിലും ടീമിലെ ഏറ്റവും ട്രസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരു ബാറ്റ്സ്മാൻ എന്ന് പറയുന്നത് രവീന്ദ്ര ജഡേജ തന്നെയാണ്. അപ്പോൾ അത്രത്തോളം നമ്മളിപ്പോൾ മികച്ച ഇന്നിങ്സുകൾ കളിക്കുന്നു, മികച്ച ബോളിംഗ് സ്പെല്ലുകൾ ഉണ്ടാകുന്നു, ഫീൽഡിൽ മികച്ച പെർഫോമൻസ് വരുന്നു. ഇതൊക്കെ ഉണ്ടായിട്ട് പോലും അത്രത്തോളം അണ്ടർ അപ്രീഷിയേറ്റഡ് തന്നെയാണ് സ്റ്റിൽ രവീന്ദ്ര ജഡേജ. അദ്ദേഹത്തിന് ആ ഒരു ലെജൻഡ് ആണെങ്കിൽ പോലും ആ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ അദ്ദേഹത്തിന് ഡിസേർവ് ചെയ്യുന്നൊരു റെക്കഗ്നൈസേഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. IPL-ലാണ് പിന്നെയും നമ്മൾ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയുന്നത്. അതും പലപ്പോഴും ധോണി ഉള്ളത് കൊണ്ട് ഒരു ഇതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ടീമിൽ ആ ഒരു അവസ്ഥ തന്നെയാണ്, വീണ്ടും അണ്ടർ അപ്രീഷിയേറ്റഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക തന്നെയാണ് ജഡേജ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഹാഫ് സെഞ്ചുറി അതും ഇന്ത്യൻ ഇന്നിങ്സിൽ നിർണായകം തന്നെയായിട്ടുണ്ട്. പിന്നെ വളരെ മികച്ചൊരു ഇന്നിങ്സുകൾ പ്രതീക്ഷിച്ചതാണ് നമ്മളിപ്പോൾ ഗില്ലിൻ്റെ ഭാഗത്തുനിന്നായാലും അതുപോലെ തന്നെ ജയ്സ്വാളിൻ്റെ ഭാഗത്തുനിന്നായാലും. പക്ഷേ ആർച്ചറിൻ്റെ ഒരു തിരിച്ചുവരവ് അതെല്ലാം അവസാനിപ്പിച്ചു എന്ന് തന്നെ പറയാം. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഒരു സമനിലയെ തന്നെ കലാശിക്കാനാണ് ചാൻസ്. കാരണം ഇനി 2 ദിവസമാണ് ബാക്കിയുള്ളത് ലോർഡ്സിൽ. അപ്പോൾ ഇനിയും ഇപ്പോൾ ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ സെക്കൻഡ് ഇന്നിങ്സ് ഇന്ത്യയും ബാറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇംഗ്ലണ്ട് വിക്കറ്റുകൾ ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് വേഗം പോവുകയാണെങ്കിൽ ഇന്ത്യക്ക് ഒരു വിജയസാധ്യത ഉണ്ട് എന്നല്ലാതെ ഒരു വിജയ സാധ്യത 2 ടീമിനും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു സമനിലയിൽ അവസാനിക്കാനാണ് കൂടുതൽ ചാൻസ് കാണുന്നത്. എന്തായാലും അത്ഭുതങ്ങളൊക്കെ സംഭവിക്കട്ടെ, ഏതെങ്കിലും ഒരു ടീം വിജയിക്കട്ടെ എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോഴാണല്ലോ ഒരു ത്രില്ല് വരുള്ളൂ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ അനാലിസിസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. എനിവേ, താങ്ക് യു.